ഹലോ എവരിവൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡ്സിലായിട്ട് നമ്മൾ ജോഗ്രഫി എന്ന് പറയുന്ന സിവിൽ സർവീസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റിൻ്റെ സിലബസ് സ്പ്ലിറ്റും അതുപോലെ തന്നെ ആ സിലബസിൻ്റെ മൈക്രോ ടോപ്പിക് ഡിവിഷനുമാണ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്സിനെ നമ്മൾ ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫി, ജിയോമോർഫോളജി, ഇന്ത്യൻ ജോഗ്രഫി, റിസോഴ്സ് ആൻഡ് എക്കണോമിക് ജോഗ്രഫി, അതേപോലെ തന്നെ മാപ്പ് സ്റ്റഡി എന്ന രീതിയിൽ 6 ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ ക്ലൈമറ്റോളജിയും ഓഷ്യനോഗ്രഫിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ജിയോമോർഫോളജിയിൽ വെച്ചിട്ടാണ്. ജിയോമോർഫോളജിയിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ജിയോമോർഫോളജി ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടത് എർത്തിന്റെ ഇന്റീരിയർ, എർത്തിന്റെ സർഫസിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. എർത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും എർത്തിന്റെ സർഫസിൽ നടക്കുന്ന കാര്യങ്ങളും. എന്തൊക്കെയാണ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. സോ ജിയോമോർഫോളജിയിൽ നമ്മൾ സിലബസ് സ്പ്ലിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ഇന്റീരിയർ ഓഫ് എർത്ത്. എർത്തിന്റെ ഇന്റീരിയർ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എർത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുമ്പോൾ എർത്തിന്റെ ഇന്റീരിയറിൽ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, അല്ലെ? എർത്ത് ക്യാൻ ബി ഡിവൈഡ് ഇൻടു 3 ലെയേഴ്സ്, അല്ലെ? 3 ലെയേഴ്സ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ് 3 ലെയേഴ്സ്? ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഓർമ്മയുണ്ടാവുമല്ലോ, ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഇത് മാത്രമല്ല, ഇതിനെ കൂടി നമ്മൾ കുറച്ചുകൂടി ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി എടുക്കുന്നു. താഴേക്ക് പോകുന്നതോറും എങ്ങനെ ടെമ്പറേച്ചർ മാറുന്നു, പ്രഷർ മാറുന്നു ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക്, ഇന്റീരിയർ ഓഫ് എർത്ത്. എർത്തിന്റെ ഇന്റീരിയർ പഠിച്ചു കഴിഞ്ഞ ശേഷം ജിയോമോർഫോളജിയിൽ നമുക്ക് 3 തിയറീസ് പഠിക്കാനുണ്ട്. ഓക്കെ, ജോഗ്രഫിയിലും ഉണ്ട് തിയറീസ്. 3 തിയറീസ്. ഈ 3 തിയറി മാത്രം പഠിച്ചാൽ മതി. മൊത്തം ജോഗ്രഫിയിൽ ഇത്രേ തിയറി ഉള്ളൂ. ആ 3 തിയറീസ് നമുക്ക് പഠിക്കണം. ആ 3 തിയറീസിൽ ഒന്നാമത്തെ തിയറി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, രണ്ടാമത്തെ തിയറി സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി, 3 പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ഓക്കെ, ഇന്റീരിയർ ഓഫ് എർത്ത് കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പഠിക്കണം, സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി പഠിക്കണം, പ്ലേറ്റ് ടെക്ടോണിക് തിയറി പഠിക്കണം. ഈ പേരുകൾ കുറച്ച് കണക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ? ഡ്രിഫ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? തെന്നി മാറുക. കോണ്ടിനെന്റ്സ് തെന്നി മാറിയ കഥയാണ് പറയുന്നത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ. അതിന്റെ എവിഡൻസസ്, പ്രൂഫ് പോലുള്ള കാര്യങ്ങൾ. ദെൻ സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി. സീ ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ? കടലിനടിയിലുള്ള ഫ്ലോർ. അത് സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി. ദെൻ പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ടെക്ടോണിക് പ്ലേറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എർത്ത് ക്വേക്കിനൊക്കെ കാരണമാവുന്നു ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്. ആ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റിനെ പറ്റിയിട്ടും പല ടെക്ടോണിക് പ്ലേറ്റ്സിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്ന പ്ലേറ്റ് ടെക്ടോണിക് തിയറി. 3 തിയറീസ് പഠിക്കാം. ആ 3 തിയറീസ് പഠിച്ചതിന് ശേഷം ഞാൻ എന്താ അവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നു, എൻഡോജെനിക്. എൻഡോജെനിക് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എന്താണ് എൻഡോജെനിക്? നമുക്ക് നോക്കാം എന്താണ് എൻഡോജെനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭൂമി, ഇഫ് യു ലുക്ക് അറ്റ് ദി ഏജ് ഓഫ് അവർ എർത്ത്, അറൌണ്ട് 4.6 ബില്യൺ ഇയേഴ്സ് ആണ് ഭൂമിയുടെ പ്രായം എന്ന് പറയുന്നത്. 4.6 ബില്യൺ ഇയേഴ്സ്. ഈ 4.6 ബില്യൺ ഇയേഴ്സ് മുന്നേ നമ്മുടെ ഭൂമി ഫോം ചെയ്തപ്പോൾ ഇന്ന് കാണുന്ന പോലെയല്ല. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ മലകളുണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, ഹിൽസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. അന്ന് ഇതേപോലെ ഒന്നും ആയിരുന്നില്ല. അപ്പോ വർഷങ്ങളോളം ഭൂമി ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരുപാട് ഫോഴ്സസ് ഉണ്ടായതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഭൂമിയിൽ ഇന്ന് കാണുന്ന പല ഫീച്ചേഴ്സും ഉണ്ടായിട്ടുള്ളത്, അല്ലേ? ഒരു ഫോഴ്സ് വന്നാലാണ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്ലേ മോഡലിംഗ് ചെയ്യാണ്. ക്ലേ മോഡലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി ഒരു ബോൾ പോലെയൊക്കെ സ്പെരിക്കൽ ഷേപ്പിലാക്കി അതിന് മുകളിലേക്ക് നമ്മൾ തമ്പ് കൊണ്ടും കൈ കൊണ്ടൊക്കെ പ്രഷർ കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്നിട്ട് ആ ബോളിനെ ഒരു കണ്ണ് എടുക്കുന്നതും ഒരു മൂക്ക് എടുക്കുന്നതും അല്ലെങ്കിൽ അതൊരു മുഖമായി മാറ്റുന്നതും അതിന് മുകളിൽ നമ്മളിങ്ങനെ പ്രഷർ ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. അതേപോലെ ഭൂമിയിൽ ധാരാളം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന റിസൾട്ട് ആയിട്ടാണ് ഭൂമിയിൽ പല ലാൻഡ് ഫോംസും പല ഫിനോമിനയും നടക്കുന്നത്. ഈ ഫോഴ്സസ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ബേസിൽ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എൻഡോജെനിക് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് കാണാം അടുത്ത സ്ലൈഡിൽ എക്സോജെനിക് എന്ന് കൊടുത്തിട്ടുള്ളതും. ഓക്കെ, ഭൂമിയിൽ ഈ പറയുന്ന ഡിഫറെന്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവാൻ കാരണമായ ഫോഴ്സസ്, ആ ഫോഴ്സ് വരുന്നത് എർത്തിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ, ഇഫ് ദി ഫോഴ്സ് ഈസ് ഫ്രം ദി ഇന്റീരിയർ ഓഫ് എർത്ത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് എൻഡോജെനിക്. അതായത് ഭൂമിയിൽ ഈ പറയുന്ന ലാൻഡ് ഫോംസോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതിനെല്ലാം ഓരോ ഫോഴ്സസ് റെസ്പോൺസിബിൾ ആണ്. ആ ഫോഴ്സ് വരുന്നത് എർത്തിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ നമ്മൾ അതിനെ എൻഡോജെനിക് എന്ന് പറയും. നേരെ മറിച്ച് ഇറ്റ് ഈസ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്, എർത്തിന്റെ സർഫസിൽ നിന്നാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എക്സോജെനിക്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഭൂമിയിൽ പല ലാൻഡ് ഫോംസ് ഉണ്ടാവാൻ കാരണമാകുന്ന ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സ് വരുന്നത് എർത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെങ്കിൽ നമ്മൾ ഇതിനെ എൻഡോജെനിക് എന്നും,
നേരെ മറിച്ച് എർത്തിന്റെ സർഫസിന് മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ എക്സോജനിക് എന്നും പറയും. അപ്പൊ എൻഡോജനിക്കിനിടയിൽ വരുന്ന കാര്യങ്ങൾ നോക്കൂ. എർത്ത് ക്വേക്ക്, ഭൂമി കുലുക്കം. ഭൂമി കുലുക്കത്തിന്റെ ഫോഴ്സ് എവിടെ നിന്ന് വരുന്നത്? സീസ്മിക് വേവ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എവിടെ നിന്ന് വരുന്നത്? എർത്തിന്റെ ഉള്ളിൽ നിന്നല്ലേ, എൻഡോജനിക്. വോൾക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നിപർവ്വത സ്ഫോടനം. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ മാഗ്മ അല്ലെങ്കിൽ ലാവ പുറത്തു വരും. നിങ്ങൾക്ക് അറിയാം, ഈ ലാവയൊക്കെ വരുന്ന എവിടുന്ന? ഭൂമിയുടെ ഉള്ളിൽ നിന്നല്ലേ. അതല്ലേ അതിന്റെ ഫോഴ്സ്. 2 വോൾക്കാനിസം, എൻഡോജനിക്. സുനാമി എന്നുള്ളത് ഓഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് നമ്മൾ ജിയോമോർഫോളജിയിൽ പഠിക്കുവാൻ കാരണം? ഈ സുനാമി വേവ്സ് ഉണ്ടാവാൻ കാരണമാകുന്നത് കടലിനടിയിലെ എർത്ത് ക്വേക്ക്, വോൾക്കാനിസം പോലുള്ള കാര്യങ്ങളാണ്. അതൊരു ജിയോമോർഫോളജിക്കൽ ഫാക്ടർ ആയതുകൊണ്ട് സുനാമി ഭൂമിയുടെ അടിയിൽ നിന്നാണ് ഈ പറയുന്ന എർത്ത് ക്വേക്കോ അല്ലെങ്കിൽ വോൾക്കാനിസം ഒക്കെ സംഭവിക്കുന്നത്. സോ സുനാമി ഈസ് ഓൾസോ എൻഡോജനിക്. ദെൻ മൗണ്ടെയിൻ ഫോർമേഷൻ, നമ്മുടെ ഹിമാലയാസ് പോലുള്ള മൗണ്ടെയിൻസ് ഉണ്ടാവുന്നത്. ഈ മൗണ്ടെയിൻസ് ഉണ്ടാവാനുള്ള കാരണം എവിടെന്ന? ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഫോഴ്സുകളാണ്. സോ അത്തരത്തിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഫോഴ്സുകൾ കാരണം ഉണ്ടാകുന്ന ഫിനോമിന അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അതിനെയൊക്കെയാണ് നമ്മൾ എൻഡോജനിക്കിൽ പഠിക്കുന്നത്. എൻഡോജനിക് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്ന എങ്ങടാ? എക്സോജനിക്. എന്താ എക്സോജനിക്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഭൂമിക്ക് പുറത്തു നിന്നുള്ള ഫോഴ്സസ് കാരണം ഉണ്ടാവുന്നതാണ് എക്സോജനിക്. ഭൂമിക്ക് പുറത്തുനിന്നുണ്ടാവുന്ന ഫോഴ്സസ് കാരണം ഉണ്ടാവുന്ന എക്സോജനിക് ലാൻഡ് ഫോംസിന്റെ പേരുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് പൊതുവെ കേട്ട് പരിചയമുള്ള ഒന്നാണ് ഡെൽറ്റ എന്നുള്ളത്. DELTA, ഡെൽറ്റ എന്ന് പറയുന്ന ലാൻഡ് ഫോം. ഡെൽറ്റ എന്ന് പറയുന്ന ലാൻഡ് ഫോം നമുക്കറിയാം, റിവേഴ്സ് ഒഴുകുമ്പോൾ റിവേഴ്സിന്റെ ആ ഒരു വെലോസിറ്റിയിലായിരിക്കും ഒഴുകുന്നുണ്ടാവുക. അവരുടെ ആ എനർജിയുടെ ഭാഗമായിട്ട് അവർ ഒരുപാട് സോളിഡ് പാർട്ടിക്കിൾസ്, റോക്ക് പാർട്ടിക്കിൾസ്, സോയിൽ പാർട്ടിക്കിൾസ് എല്ലാം കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പൊ റിവർ ഒഴുകി അവസാനം ഒരു സീയിലേക്ക് എത്താറാവുമ്പോഴേക്കും റിവർ അതിന്റെ അവസാന ഘട്ടത്തിലെത്തി. സീയിലേക്ക് എത്തിക്കഴിയുമ്പോൾ റിവർ ആ ഒഴുക്ക്, അത് പെട്ടെന്ന് ഇതുവരെ ഉണ്ടായിരുന്ന ഒഴുക്ക് പെട്ടെന്ന് നിൽക്കുകയാണ്. അതായത് റിവറിന് ഉണ്ടായിരുന്ന എനർജി പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാവുകയാണ്. അപ്പൊ ഇത്ര നേരം കൊണ്ടുവന്ന റോക്ക് പാർട്ടിക്കിൾസിനെ ഒക്കെ റിവറിന് പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അതിന്റെ ഒഴുക്ക് നിന്നു കടലിലെത്തിയപ്പോൾ. അപ്പൊ അതിനെയൊക്കെ ആ പറയുന്ന ചെറിയ ചെറിയ സോയിൽ പാർട്ടിക്കിൾസിനെല്ലാം റിവർ എന്ത് ചെയ്യും? ആ റിവർ മൗത്ത് എന്ന് പറയും. അതായത് റിവറും സീയും മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് റിവർ മൗത്ത് എന്ന് പറയും. ആ റിവർ മൗത്തിൽ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ റിവർ ഒഴുകി ഇത്ര നേരം കൊണ്ടുവരുന്ന പല പാർട്ടിക്കിൾസിനെയും ആ സീയിലേക്ക് എത്തുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഒരു ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ഉണ്ടാവും. അതാണ് ഡെൽറ്റ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ സാൻഡ് ഡ്യൂൺസ്, ഏറ്റവും സിമിലർ ആയിട്ട് സാൻഡ് ഡ്യൂൺസ്. നിങ്ങൾ സിനിമകൾ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ അത് ഡെസേർട്ടൊക്കെ കാണിക്കുമ്പോൾ അതിലിങ്ങനെ സാൻഡ് ഡ്യൂൺസ് കാണാം, മണൽക്കൂനകൾ. ഈ മണൽക്കൂനകൾ എങ്ങനെ ഉണ്ടാവുന്ന ഡെസേർട്ടിൽ? വിൻഡ് വന്ന്, വിൻഡാണ് അവിടുത്തെ മേജർ ഫോഴ്സ്. വിൻഡ് ഓരോ സ്ഥലത്തു നിന്നുള്ള സാൻഡിനെ ക്യാരി ചെയ്യും, വേറെ സ്ഥലത്ത് കൊണ്ടിടും. അങ്ങനെ ഇട്ട് അതൊരു മണൽക്കൂനയായി മാറുന്നു. അപ്പൊ വിൻഡ് ആണ് അവിടുത്തെ ഫോഴ്സ്. ആദ്യം പറഞ്ഞ ഡെൽറ്റയിൽ റിവർ ആണ് ഫോഴ്സ്. ഈ റിവർ ആയാലും വിൻഡ് ആയാലും ഭൂമിയുടെ സർഫസിന് മുകളിലുള്ള ഫോഴ്സ് അല്ലേ, ഉള്ളിലുള്ള ഫോഴ്സ് അല്ലല്ലോ, പുറത്തുള്ള ഫോഴ്സ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഭൂമിക്ക് പുറത്തുള്ള ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ആണ് എന്ത്? നമ്മൾ എക്സോജനിക്കിൽ പഠിക്കുക. ഏതൊക്കെ ഫോഴ്സസ് നോക്കണം? ഫ്ലൂവിയൽ എന്ന് പറഞ്ഞാൽ റണ്ണിങ് വാട്ടർ, അഥവാ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പറയാം? റിവേഴ്സ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് എന്തൊക്കെ? വാട്ടർഫോൾ ഒക്കെ ലാൻഡ് ഫോം ആണ്. ഇയോലിയൻ മീൻസ് വിൻഡ്സ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് എന്തൊക്കെ? സാൻഡ് ഡ്യൂൺസ് ഒക്കെ അതിൽ വരുന്നതാണ്. സീ വേവ്സ്, കടൽ തിരമാലകൾ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്. ക്ലിഫ് പോലുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കടൽ തിരമാലകൾ ഉണ്ടാക്കുന്ന. അപ്പൊ സീ വേവ്സിന്റെ ലാൻഡ് ഫോംസ്. ഗ്ലേഷ്യേഴ്സ്, മഞ്ഞുപാളികൾ, ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്. കാർസ്റ്റ്, അതൊരു പുതിയ ടേം ആയിരിക്കും. ഗ്രൗണ്ട് വാട്ടർ, അതായത് ഈ വെള്ളത്തിൽ സോലുബിൾ ആയ ലൈംസ്റ്റോൺ, കാൽസ്യം കാർബണേറ്റ് പോലെ റോക്സ് ഉള്ള സ്ഥലങ്ങളിൽ അവിടെ ഒഴുകുന്ന നദികളൊക്കെ എന്ത് ചെയ്യും? അതിനെ ഡിസോൾവ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അത്തരത്തിലുള്ള കാസ്റ്റ് ലാൻഡ് ഫോംസിനെ പറ്റി പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ, ഈ ഫോഴ്സസ് എല്ലാം എവിടെ വരുന്ന? ഭൂമിക്ക് പുറത്തുള്ള ഫോഴ്സസ് എന്ന് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് പറയുന്നു? എക്സോജനിക്. ദെൻ ജിയോമോർഫോളജിയുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് വെതറിംഗ് എന്നുള്ളത്. വെതറിംഗ് എന്നുള്ള വാക്കിനർത്ഥം ഇറ്റ് ഈസ് ദി ബ്രേക്കിംഗ് ഡൗൺ ഓഫ് റോക്സ് ഇൻ ടു സ്മോളർ റോക്സ്, ദെൻ അഗെയിൻ ബ്രേക്കിംഗ് ഇൻ ടു സോയിൽ. അതായത് മണ്ണ്, സോയിൽ എങ്ങനെ ഫോം ചെയ്യുന്നത്? വലിയ കല്ലുകൾ പൊട്ടി ചെറിയ കല്ലുകളാവുകയും ആ ചെറിയ കല്ലുകൾ വീണ്ടും പൊട്ടി വീണ്ടും ചെറിയ കല്ലുകളാവുകയും അങ്ങനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവുന്നതാണ് എന്ത്? സോയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ സോയിൽ ഫോർമേഷന് കാരണമായ വെതറിംഗ് എന്നുള്ള കാര്യവും പഠിക്കണം. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ജിയോമോർഫോളജിയിൽ വരുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എർത്തിന്റെ ഇന്റീരിയർ 3 തിയറീസ്: കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, പ്ലേറ്റ് ടെക്ടോണിക് തിയറി, സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറി. അതിനുശേഷം ഭൂമിക്കുള്ളിൽ നിന്നുള്ള ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഫോംസും പ്രോസസ്സുകളും. ഏതൊക്കെ? എർത്ത് ക്വേക്ക്, വോൾക്കാനിസം, സുനാമി, മൗണ്ടെയിൻ ഫോർമേഷൻ. ദെൻ ഭൂമിക്ക് പുറത്തുനിന്നുള്ള ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ്. ഏതൊക്കെ? റിവർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്, വിൻഡ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്, സീ വേവ്സ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ്, ഗ്ലേഷ്യേഴ്സ്, ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോംസ്.
ദെൻ സോയിൽ ഫോർമേഷന് കാരണമാവുന്ന വെതറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും. ഇത്രയും കാര്യങ്ങളാണ് ജിയോമോർഫോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ജിയോമോർഫോളജിക്ക് ശേഷം നമ്മളപ്പോൾ 3 ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫി, ജിയോമോർഫോളജി, മൈക്രോ ടോപ്പിക്സ് നോക്കി. ഇനി നമ്മൾ അതിനെ നേരെ അപ്ലൈ ചെയ്യുന്ന എവിടേക്ക്? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക്, ദി ഇന്ത്യൻ ജോഗ്രഫി. ഓക്കെ, ലൈക്ക് നമുക്ക് ജോഗ്രഫി പാർട്ടിൽ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ജോഗ്രഫി. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ ജോഗ്രഫി ഫാക്ച്വൽ ആണ്. അതായത് കോൺസെപ്റ്റ്സ് ഒട്ടുമിക്കതും നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഹെഡിങ്സിൽ നമ്മൾ കവർ ചെയ്യും. അതിന്റെ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ ഫാക്ച്വൽ കണ്ടന്റ് കുറച്ച് കൂടുതലാണ് എന്ത് ഇന്ത്യൻ ജോഗ്രഫിയിൽ. ഇപ്പൊ റിവേഴ്സ് പഠിക്കണം, റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസ് പഠിക്കണം, ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ ഡിവിഷൻസ് പഠിക്കണം, അല്ലെങ്കിൽ പല മറ്റു മൗണ്ടൻ റേഞ്ചസിനെ പറ്റി പഠിക്കണം, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സിനെ പറ്റി പഠിക്കണം. ഇതെല്ലാം കുറച്ച് ലൈക്ക് ഫാക്ച്വൽ കണ്ടന്റ് ആണ് കൂടുതൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ് നോക്കാം. സോ ഇന്ത്യൻ ജോഗ്രഫിയിൽ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ഇന്ത്യയിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ ഫിസിക്കൽ ഫീച്ചർ, ദാറ്റ് ഈസ് ദി ഹിമാലയാസ്. എന്താണ് ഹിമാലയാസ്? എങ്ങനെയാണ് ഹിമാലയാസ് ഫോം ചെയ്തത്? ഹിമാലയാസിന്റെ ഡിവിഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഗ്രേറ്റർ ഹിമാലയാസ്, ലെസർ ഹിമാലയാസ്, ശിവാലിക്സ്, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? അത്തരത്തിൽ ഹിമാലയാസ് ആണ് ആദ്യം നോക്കുക. ഹിമാലയാസ് നോക്കിക്കഴിഞ്ഞാൽ വിൽ ഗോ ഫോർ പെനിൻസുലാർ മൗണ്ടെയ്ൻസ്. പെനിൻസുലാർ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയാസ് അല്ലാതെയും മൗണ്ടെയ്ൻസ് ഉണ്ടല്ലോ ഇന്ത്യയിൽ. ആരാവലീസ്, വിന്ധ്യ, സത്പുര, അതായത് ഇന്ത്യയുടെ ആ താഴെ വരുന്ന ഹിമാലയസ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുന്ന സെൻട്രൽ ഭാഗത്തും സദേൺ ഭാഗത്തും കാണുന്ന മൗണ്ടെയ്ൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെനിൻസുലാർ മൗണ്ടെയ്ൻസ്. പെനിൻസുലാർ മൗണ്ടെയ്ൻസ് പഠിച്ചു കഴിഞ്ഞാൽ വിൽ സ്റ്റഡി റിഗാർഡിംഗ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലം പ്ലാറ്റ്യൂ ആയിട്ടുണ്ട്. പീഠഭൂമി, അതായത് വോൾക്കാനിക് ഡെപ്പോസിഷൻ വന്നുണ്ടായ പീഠഭൂമികൾ അല്ലെങ്കിൽ പ്ലാറ്റ്യൂസ് എന്ന് പറയും. ഡെക്കാൻ പ്ലാറ്റ്യൂ, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. സോ പ്ലാറ്റ്യൂസ് പഠിക്കണം. പ്ലാറ്റ്യൂസിന് ശേഷം വിൽ ഗോ ഫോർ ഗാഡ്സ്. ഓക്കെ, ആസ് എ കേരളൈറ്റ് ഗാഡ്സിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലെ? വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, എസ്പെഷ്യലി വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, വെസ്റ്റേൺ ഗാഡ്സ് ആണ് നമ്മുടെ ലൈക്ക് കേരളത്തിലേക്ക് ഒരു തരത്തിൽ കേരളം എന്ന സംസ്ഥാനത്തിന്റെ ലൈഫ് ലൈൻ ആയിട്ട് നിൽക്കുന്ന വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഫോറസ്റ്റ് മാത്രമല്ല, നമുക്ക് വേണ്ട റിവേഴ്സ് തരുന്നത്, റിസോഴ്സസ് തരുന്നത് ഒക്കെ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ റീസെന്റ് ഉണ്ടായ വയനാട് ഉണ്ടായ ലാൻഡ് സ്ലൈഡ് പോലെ പല പല ഡിസാസ്റ്ററിനും വൾണറബിൾ ആണ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കണം. അപ്പൊ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, അതിന് എൻവയോൺമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ അല്ല നമ്മൾ പഠിക്കുക, ജോഗ്രഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ പഠിക്കണം. ഗാഡ്സ് പഠിച്ചാൽ കോസ്റ്റൽ പ്ലെയിൻസ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ലൈക്ക് ഇന്ത്യ ഈസ് എ പെനിൻസുല എന്ന് നമ്മൾ പറയും. എന്താ പെനിൻസുല? ഒരു ലാൻഡിന്റെ 3 സൈഡും വാട്ടർ കവർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ പെനിൻസുല എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 സൈഡും കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐലൻഡ് എന്ന് പറയും. അതേപോലെ 3 സൈഡ്, ഇന്ത്യയുടെ വെസ്റ്റിലായിട്ട് നമുക്ക് അറേബ്യൻ സീ ഉണ്ട് അല്ലേ? ഇവിടെ നമുക്ക് അറേബ്യൻ സീ, അറബിക്കടൽ എന്ന് പറയും. ഇവിടെ നമുക്ക് ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടൽ. താഴെ ഇന്ത്യൻ ഓഷ്യന്റെ മറ്റ് ഭാഗം, ഇന്ത്യൻ മഹാസമുദ്രം. 3 സൈഡും ഓഷ്യനാണ്. അപ്പോൾ ഒരു പെനിൻസുലാർ രാജ്യമായ ഇന്ത്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 7516 കിലോമീറ്ററിന്റെ കോസ്റ്റ് ലൈൻ ഉണ്ട്. ആ 7516 കിലോമീറ്റേഴ്സ് ഉള്ള കോസ്റ്റ് ലൈനിനെ പറ്റി, ആ കോസ്റ്റൽ പ്ലെയിൻ്റെ ഡിവിഷനെ പറ്റിയാണ് നമ്മൾ കോസ്റ്റൽ പ്ലെയിൻസിൽ പഠിക്കുക. ദെൻ ഐലൻഡ്സ്, ഇന്ത്യൻ മെയിൻ ലാൻഡിന്റെ ഉള്ളിലുള്ള ഐലൻഡ്സ്, പുറത്തുള്ള ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് പോലുള്ള ഐലൻഡ്സിനെ പറ്റി പഠിക്കണം. ദെൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ 100 കണക്കിന് റിവേഴ്സ് ഉണ്ട്. എല്ലാ റിവേഴ്സിനെ പറ്റി പഠിക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം നമുക്ക് വേറെയും ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ റിവേഴ്സിനെ പറ്റി നോക്കും. ദെൻ ന്യൂസിൽ വരുന്ന സിഗ്നിഫിക്കൻ്റ് ആയ റിവേഴ്സ്, അങ്ങനെ റിവേഴ്സ് ഓഫ് ഇന്ത്യ പഠിക്കണം. അവരുടെ ഒറിജിൻ, അവരുടെ ട്രിബ്യൂട്ടറീസ്, അത് ഓരോ സ്ഥലത്തും ലൈക്ക് അതിന് സിഗ്നിഫിക്കൻസ് എന്തൊക്കെ, ഡാംസ് ഉണ്ടോ, വാട്ടർഫോൾസ് ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. റിവേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നത്തേൺ പ്ലെയിൻസ്. നത്തേൺ പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലത്തെ 3 മേജർ റിവേഴ്സ് ആണ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 റിവേഴ്സ് ഒഴുകിപ്പോകുമ്പോൾ അവർ ഒരുപാട് ഡെപ്പോസിഷൻസ് ആ സൈഡുകളിൽ ഇടുന്നുണ്ട്. ആ ഡെപ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂവിയൽ സോയിൽസ് ആണ്. ഈ ടേം ഒക്കെ പണ്ട് എവിടെയോ കേട്ട ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഇതൊക്കെ നമ്മുടെ ബേസിക് സിലബസിൽ വരുന്ന അലൂവിയൽ സോയിൽസ്. ഈ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ വൺ ഓഫ് ദി മോസ്റ്റ് ഒപ്റ്റിമം സോയിലാണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഫെർട്ടൈൽ സോയിലാണ്. അപ്പോൾ ഈ അലൂവിയൽ സോയിലിന് ലൈക്ക് അവിടെ അതുമായി ബന്ധപ്പെടുത്താണ് നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ വളരെയധികം ലൈക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ആ അലൂവിയൽ സോയിൽ, നത്തേൺ പ്ലെയിൻസ്, അതിന്റെ ഡിവിഷനെ പറ്റി നോക്കണം. ദെൻ ഇന്ത്യയുടെ വെജിറ്റേഷൻ. വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയുടെ ഫോറസ്റ്റ് ലൈഫ്, വാട്ട് ടൈപ്പ് ഓഫ് ട്രീസ് ക്യാൻ ബി ഫൗണ്ട്, എവിടെയൊക്കെയാണ് കാണാൻ പറ്റുന്നുള്ള വെജിറ്റേഷൻ. ദെൻ ഫൈനലി ഇന്ത്യൻ ക്ലൈമറ്റ്. നമ്മുടെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? നമ്മുടെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന കാര്യത്തിൽ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ മൺസൂൺ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിൽ പഠിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇന്ത്യൻ ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ജോഗ്രഫിയാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ജോഗ്രഫി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എക്കണോമിക് സോഷ്യൽ ജോഗ്രഫിയിലെ
മൈക്രോ ടോപ്പിക്സ്. എക്കണോമിക്, സോഷ്യൽ. എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ബന്ധപ്പെട്ടതും എന്നാൽ സോഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ജോഗ്രഫി. സോ എക്കണോമിക് ആൻഡ് സോഷ്യൽ ജോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങൾ നോക്കൂ. ഒന്ന്, അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിന്റെ എക്കണോമിക് സൈഡ് നമുക്ക് പഠിക്കേണ്ട, അതിന്റെ ജോഗ്രഫിക്കൽ സൈഡ്. അഗ്രികൾച്ചറിന്റെ ജോഗ്രഫിക്കൽ സൈഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു പെർട്ടിക്കുലർ ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ചില കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെ നമുക്ക് ആ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീ കൾട്ടിവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹില്ലി റീജൻസിലേക്ക് പോകുമ്പോൾ, മേ ബി മൂന്നാറൊക്കെ വയനാടൊക്കെ പോകുമ്പോഴാണ് ഈ ചായലത്തോട്ടങ്ങൾ കാണുക, ടീ പ്ലാന്റേഷൻസ് കാണാം. അത് എന്തുകൊണ്ടാണ്? ടീ എന്നുള്ളൊരു ക്രോപ്പിന് വളരണമെങ്കിൽ ഒരു 20 to 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ടെമ്പറേച്ചർ വേണം, ഒരു 150 സെന്റിമീറ്റർ റെയിൻഫാൾ വേണം, ഇത്തിരി അസിഡിക് ആയ സോയിൽ വേണം. അത് മാത്രമല്ല വാട്ടർ ലോഗിങ് കണ്ടീഷൻ, വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടീഷൻസ് പറ്റില്ല. അതായത് വരുന്ന വെള്ളം ഒഴുകി പൊക്കോളണം. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? ഹില്ലി റീജൻസിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ടീ എടുത്തു കൊണ്ടുവന്ന് കൊച്ചിയിൽ 1 ഏക്കർ സ്ഥലം വാങ്ങി നട്ടുകഴിഞ്ഞാൽ പിടിക്കുമോ? ഇല്ല. അപ്പൊ അതിനൊരു ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് വേണം. അപ്പോൾ അത്തരത്തിൽ ഓരോ ക്രോപ്പിന്റെ, ഇമ്പോർട്ടന്റ് ആയ ക്രോപ്സിന്റെ, റൈസ്, വീറ്റ്, ടീ, കോഫി, റബ്ബർ, ഇതിന്നെല്ലാം എല്ലാ കൊല്ലവും 1-2 ചോദ്യങ്ങൾ പ്രിലിംസിന് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ അഗ്രികൾച്ചറിൽ പഠിക്കുക. ഇതേ കാര്യം തന്നെ റിസോഴ്സിലും മിനറൽസിലും നമ്മൾ പഠിക്കണം. അപ്പൊ അയൺ എവിടെയാണ് കാണുവാൻ പറ്റുക, അയൺ മൈനിങ് എവിടെയാണ് നന്നായി നടക്കുന്നത്, അല്ലെങ്കിൽ മെഗ്നീഷ്യം എവിടെയാണ്, അല്ലെങ്കിൽ കോൾ എവിടെയാണ്, പെട്രോളിയം എവിടെയാണ്, റിസോഴ്സ് ആൻഡ് മിനറൽസ്. അതേപോലെ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസിന്റെ ലൊക്കേഷൻസ്. നമ്മൾ ആ സിലബസ് പറഞ്ഞ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടറിലെ ഇൻഡസ്ട്രീസിന്റെ ലൊക്കേഷനെ പറ്റി ചോദിക്കാറുണ്ടെന്ന്. അതാണ് നമ്മൾ ഇൻഡസ്ട്രീസ് എന്നുള്ള ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ പോപ്പുലേഷൻ. എന്താണ് പോപ്പുലേഷന്റെ അവസ്ഥ? ഇന്ത്യ ബീങ് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി, അതെങ്ങനെ നമ്മളെ ലൈഫിനെ ബാധിക്കുന്നു. ദെൻ ലിറ്ററസി, എഡ്യൂക്കേഷൻ, അതേപോലെ മൈഗ്രേഷൻ പോലുള്ള കാര്യങ്ങളാണ് എന്ത് നമുക്ക് എക്കണോമിക് ആൻഡ് സോഷ്യൽ ജോഗ്രഫിയിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ സിലബസിൽ കണ്ട 3 ചെറിയ പാരഗ്രാഫിൽ ഒതുക്കി UPSC പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലെ ഓരോ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ വരുന്ന എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.